നന്ദിയും കടപ്പാടും ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇസ്രായേലിന് മറുപടി കൊടുക്കാൻ ഖത്തർ ഇറാനെ വിളിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ ചോദ്യം ചെയ്യാനും വരച്ച വരയിൽ നിർത്താനും ഇന്ന് യോഗ്യതയുള്ളത് ഒരേ ഒരു രാജ്യത്തിനാണ്. ആ രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നു തന്നെയാണ്. പേർഷ്യൻ പോരാട്ട വീരത്തിന് മുന്നിലാണ് ജൂതന്റെ അഹങ്കാരം അവസാനിക്കുകയുള്ളൂ. നമുക്ക് വാർത്തയിലേക്ക് വരാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായിട്ട് രേഖപ്പെടുത്തണേ. ഇസ്രായേലി ഭീഷണികളെ ചെറുക്കാൻ US സേനയെ പുറത്താക്കി ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഖത്തറിനോട് ഇറാൻ പാർലമെന്റ് അംഗം മൊജ്തബ സരി ആവശ്യപ്പെട്ടു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനിയെ എക്സിൽ അഭിസംബോധന ചെയ്താണ് സരി ഈ കാര്യം ആവശ്യപ്പെട്ടത്. US സൈനിക സാന്നിധ്യത്തിന് പകരം IRGC വ്യോമാകാശ സേനയെ സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഖത്തറിനെ പ്രതിരോധിക്കാൻ ടെഹ്റാൻ ഒരിക്കലും മടിക്കില്ലെന്ന് ഇറാൻ മേജർ ജനറൽ മൗസവി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 9 ദോഹയിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും നിരവധി ഹമാസ് അംഗങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഇസ്രായേൽ ഒറ്റയ്ക്ക് നടത്തിയ ആക്രമണമാണ് ഇതെന്ന് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും അവകാശപ്പെട്ടുവെങ്കിലും അമേരിക്കയുടെ ഒത്താശയോടെയാണ് ആക്രമണം നടന്നതെന്ന് ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദ് എയർബേസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തർ അമേരിക്കയുമായുള്ള സഖ്യവും വർദ്ധിച്ചു വരുന്ന ഇറാൻ സ്വാധീനവും തമ്മിൽ സൂക്ഷ്മമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി അപലപിക്കുകയും അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ നടന്ന അറബ് ഇസ്ലാമിക അടിയന്തര ഉച്ചകോടിക്ക് മുന്നോടിയായാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. ഈ സംഭവങ്ങളെല്ലാം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സങ്കീർണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. US ഇറാൻ തർക്കം ഒരു വശത്ത്, ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം മറുവശത്ത്. ഇതിനിടയിൽ സമാധാനത്തിന്റെ ഒരു തുരുത്തായി നിലകൊള്ളാൻ ശ്രമിക്കുന്ന ഖത്തറിന് അതിന്റെ നിലപാട് കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ഖത്തറിന് ഈ രണ്ട് ശക്തികളുമായും നല്ല ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. ഇത് ആ രാജ്യത്തെ വലിയ സമ്മർദ്ദത്തിലും ആഴ്ത്തുന്നു. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ്. 2024 സെപ്റ്റംബർ 9 ഈ സംഭവം നടക്കുന്നത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെയായിരുന്നു ആക്രമണം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനും ലക്ഷ്യമിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ച ചെയ്യുന്നതിനായി ഹമാസ് നേതാക്കൾ യോഗം ചേർന്നപ്പോഴാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഈ യോഗത്തിൽ വെച്ച് ഹമാസ് നേതാക്കളെ വധിക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം. ദോഹയിലെ ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഖലീൽ അൽ ഹയ്യ, ഖാലിദ് മഷ്അൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ആക്രമണത്തിൽ ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും നിരവധി ഹമാസ് അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഖത്തർ അധികൃതർ അറിയിച്ചു. ആക്രമണം നടന്നത് ജനവാസ മേഖലയിലാണ്. ഇത് സമീപത്തെ താമസക്കാരുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തിയത്. ആക്രമണത്തെ തുടർന്ന് കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു. ഇസ്രായേൽ ഖത്തറിന്റെ പരമാധികാരത്തിന് മേൽ നടത്തിയ നഗ്നമായ ലംഘനമാണ് ഈ ആക്രമണമെന്ന് ഖത്തർ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഈ സംഭവം മേഖലയിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ട്. അമേരിക്കയുടെ അറിവോടെയാണ് ആക്രമണം നടന്നതെന്ന് ഇറാൻ ആരോപിച്ചുവെങ്കിലും ഇസ്രായേൽ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നാണ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും അവകാശപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഈ നടപടിയെ അപലപിച്ചു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഇസ്രായേൽ ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട രാജ്യമായ ഖത്തറിനെതിരെ നടത്തിയ ആക്രമണം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണയായി ഇസ്രായേൽ ആക്രമണങ്ങൾ ഫലസ്തീൻ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിലാണ് കേന്ദ്രീകരിക്കാറുള്ളത്. എന്നാൽ ദോഹയിൽ നടന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ആക്രമണം ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളിൽ വന്ന മാറ്റങ്ങളെയും ഖത്തറുമായി ഇസ്രായേലിനോടുള്ള അസ്വാരസ്യങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇസ്രായേലിന് ഖത്തറിനോട് ഇത്ര പ്രശ്നം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെയും ഖത്തർ ഹമാസ് ബന്ധങ്ങളുടെ സങ്കീർണതകളെയും ഈ ആക്രമണത്തിന്റെ ആഗോള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയും വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇസ്രായേൽ ഖത്തർ ബന്ധങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പറയാം.
അറബ് ലോകത്ത് ഇസ്രായേലുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. 1996-ൽ ഇസ്രായേലിന്റെ വ്യാപാര ഓഫീസ് ദോഹയിൽ തുറന്നതോടെയാണ് ഈ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. അന്ന് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ലോകകപ്പിന് ലഭിക്കാൻ സഹായകമാകുമെന്ന് ഖത്തർ കണക്കുകൂട്ടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ഷിമോൺ പെരസ് ഖത്തർ സന്ദർശിച്ചത് ഈ ബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകി. അറബ് ലോകത്തെ മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഖത്തർ ഒരു വ്യത്യസ്ത പാതയാണ് സ്വീകരിച്ചത്. എന്നാൽ 2009-ൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഖത്തർ ഈ വ്യാപാര ഓഫീസ് അടച്ചുപൂട്ടി. എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അനൌദ്യോഗിക ബന്ധങ്ങൾ രഹസ്യമായി തുടർന്നുപോന്നു. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളായതുകൊണ്ടും പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളായതുകൊണ്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം പൂർണ്ണമായും അവഗണിക്കാൻ കഴിയില്ല. ഇവിടെ എടുത്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഖത്തർ ഹമാസ് ബന്ധങ്ങൾ. ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചുരുക്കം ചില ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നു തന്നെയാണ് ഖത്തർ. 2012-ൽ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാക്കൾക്ക് ഖത്തർ അഭയം നൽകിയിരുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലും ഖത്തർ മുൻപന്തിയിൽ തന്നെ നിന്നു. ഇസ്രായേലിന്റെ അനുമതിയോടെയാണ് ഈ സാമ്പത്തിക സഹായങ്ങൾ നടന്നിരുന്നത്. ഈ സാമ്പത്തിക സഹായങ്ങൾ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കാൻ സഹായിക്കുമെന്നും അത് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നും ഇസ്രായേലും വിശ്വസിച്ചിരുന്നു. അതേസമയം ഖത്തർ ഹമാസ് ബന്ധം പലപ്പോഴും സമാധാന ചർച്ചകളിൽ ഒരു പാലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഗാസയിലെ വെടിനിർത്തൽ കരാറുകൾക്കും ഇസ്രായേൽ ബന്ദികളുടെ മോചനത്തിനും ഖത്തർ പ്രധാനപ്പെട്ട ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിച്ചു. എന്നാൽ ഈ ബന്ധങ്ങൾ ഇസ്രായേലിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും ഹമാസ് നേതാക്കൾ ദോഹയിലെ താവളം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ദോഹയിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഖത്തറിന്റെ പരമാധികാരത്തിനു മേലുള്ള ആക്രമണമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലസ്ഥാനത്ത് വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിനു മേലുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഖത്തർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ പ്രധാന സൈനിക താവളമായ അൽ ഉദൈദ് ഖത്തറിലാണല്ലോ ഉള്ളത്. അമേരിക്കൻ സഖ്യകക്ഷിയായ ഖത്തറിന് നേരെ മറ്റൊരു സഖ്യകക്ഷിയായ ഇസ്രായേൽ ആക്രമണം നടത്തിയത് അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങളെയെല്ലാം ഇത് ഗുരുതരമായി ബാധിച്ചു. ഇറാൻ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു മുന്നോട്ട് വന്ന രാജ്യങ്ങളിലൊന്നാണ്. സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. ദോഹ ആക്രമണത്തിന് ശേഷം ഖത്തർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഖത്തർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയെ സമീപിക്കാനും ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുക്കണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസുമായി ബന്ധം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഖത്തർ നിലപാട് വ്യക്തമാക്കുകയും ഹമാസുമായി മധ്യസ്ഥത വഹിക്കുന്നത് മേഖലയിലെ സമാധാനത്തിന് അത്യാവശ്യമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദോഹ ആക്രമണം ഒരു സംഭവ വിശേഷം മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു സൂചനയാണ്. ഇസ്രായേൽ ഖത്തർ ബന്ധങ്ങളിലെ സങ്കീർണത, ഹമാസുമായി ഖത്തർ പുലർത്തുന്ന ബന്ധങ്ങൾ, ഈ ആക്രമണത്തിന്റെ ആഗോള പ്രത്യാഘാതങ്ങൾ എന്നിവയെല്ലാം വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ എളുപ്പമുള്ള ഉത്തരങ്ങളില്ല എന്ന് തന്നെയാണ്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിന് തങ്ങളുടെ നയതന്ത്ര നിലപാടുകൾ കൂടുതൽ സങ്കീർണമായി കൈകാര്യം ചെയ്യേണ്ടതായി വരും. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ ഖത്തറിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും എങ്കിലും അത് ഒരു തീപ്പന്തം പോലെ അപകടകരമായ ഒരു കളി കൂടിയാണ്. ദോഹയിൽ നടന്ന ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിനു മേലുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെയാണ് ലോകം കാണുന്നത്. ഖത്തർ തലസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഖത്തർ ശക്തമായി അപലപിച്ചതും ശ്രദ്ധേയമാണ്. ഈ ആക്രമണത്തിന് ശേഷം ഖത്തർ തങ്ങളുടെ നിലപാട് കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലിന്റെ നടപടിക്ക് അന്താരാഷ്ട്ര സമൂഹം മറുപടി പറയണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹമാസുമായുള്ള തങ്ങളുടെ ബന്ധം മധ്യസ്ഥതയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും ഇത് സമാധാനത്തിന് അനിവാര്യമാണെന്നും ഖത്തർ വ്യക്തമാക്കി. അതുകൊണ്ട് ഇസ്രായേലിന് മറുപടി കൊടുക്കാൻ ഇറാന്റെ ആയുധശേഖരം ഉപയോഗിക്കാൻ ഖത്തർ തയ്യാറാകുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. സമയത്തിന് മാത്രമേ അതിന് മറുപടി പറയാനാകൂ എന്ന് മാത്രം. അമേരിക്കയുമായുള്ള ബന്ധം, ഗൾഫ് മേഖലയിലെ സമാധാനം, ഖത്തറിന്റെ നയതന്ത്ര സമീപനം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ഖത്തർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകരം ഈ വിഷയത്തെ രാഷ്ട്രീയപരമായും നയതന്ത്രപരമായും നേരിടാനാണ് ഖത്തർ തീരുമാനിച്ചിട്ടുള്ളത്. ദോഹയിലെ ആക്രമണം ഇസ്രായേൽ ഖത്തർ ഹമാസ് ബന്ധങ്ങളിലെ സങ്കീർണതകളെ വീണ്ടും തുറന്നു കാട്ടുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആഗോള ശക്തികൾ ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്. ഏത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ മേലെയും
കൈവയ്ക്കാൻ ജൂതരാഷ്ട്രത്തിന് ആരാണ് അധികാരം കൊടുത്തത് എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെയും ഉയരുന്നുണ്ട്. ഇസ്രായേലിന്റെ ഈ അഹങ്കാരത്തിന് മറുപടി പറയാൻ ഇന്ന് പശ്ചിമേഷ്യയിൽ ആകെ ഒരു രാജ്യത്തിന് മാത്രമേ ധൈര്യമുള്ളൂ. അത് ഇറാൻ തന്നെയാണ്. ഖത്തറിന്റെ ആത്മമിത്രമായിട്ടുള്ള ഇറാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.